പക്ഷെ ലാലേട്ടൻ ഒരു ചോദ്യം ചോദിച്ചിട്ടായിരുന്നു, തിരിച്ച് വിളിച്ചാൽ വരുമോ എന്ന്. ആ ചോദ്യത്തിന്റെ ബലത്തിലാ ഓമ ഇവിടെ നിൽക്കുന്നേ. പെട്ടെന്ന് ഞെട്ടിപ്പോയി, ഞാൻ എവിക്റ്റ് ആവുന്നുണ്ട്. എല്ലാവരും വിഷമാണ്, എന്റെ മൂത്ത മോളും അമ്മ അച്ഛൻ ചേട്ടന്മാര്. ഒരുത്തിയില്ലേ പാറപ്പൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിസിലടിയും, അമ്മേ അച്ഛൻ നമ്മുടെ അടുത്തേക്ക് വരാൻ പോവാറ്. ഇങ്ങനത്തെ ഹാബിറ്റ് എവിടെ വന്നു ഞാൻ അങ്ങനെ ആലോചിക്കുക. ഇതേപോലെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലേ. 100 ദിവസം നിൽക്കാൻ വന്നിട്ട് പോയിട്ട് 3ാമത്തെ ദിവസം പെട്ടിയെടുത്ത് പോന്നപ്പോ എന്തിനാ കാണിക്കാന്നുള്ളത് ഇത് തന്നെയായിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോ എനിക്ക് തോന്നി വെറുതെ കാണിക്കണം തന്നെയാവും എന്ന് തോന്നി. പിന്നെ അങ്ങണ്ടായിരുന്നു എനിക്ക് അന്ന് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോരുമ്പോ അവന് വലിയ ഉഷാറായിട്ട് പാട്ടും പാടിയൊക്കെ വന്നപ്പോ എനിക്കൊരു സമാധാനമായി. അങ്ങനെ ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ വരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ ബിഗ് ബോസ് തുറക്കില്ല എന്നുള്ളൊരു ഉറപ്പാണ്. ഞാൻ വലിയ ഷോ കാട്ടിയിട്ട് വന്നിട്ട് ബിഗ് ബോസ് തുറക്കൂ എന്ന് പറഞ്ഞിട്ട് 2 വട്ടം കുട്ടികൾ കൂട്ടാ, അതെനിക്ക് കൊട്ടിയില്ല. എല്ലാതും കൊട്ടിക്കാള് രതീഷ് ഇറങ്ങി പോയിക്കോളൂ എന്താ പറഞ്ഞേ മറ്റേ സാധനല്ലേ. ഞാനും റോക്കിയും കൂടിയിട്ടേ മൂക്ക് ടച്ച് ചെയ്തിട്ട് വഴ കൂടിയിട്ടുണ്ട്. എന്റെ ഭാഗ്യം അന്ന് എനിക്ക് കിട്ടാതിരുന്നു. അന്ന് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ അതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് റതീഷേട്ടാ ഞാൻ സഹോദരനെ പോലെ കണ്ടക്കണ റതീഷേട്ടാ എന്താ റതീഷേട്ടാ ആണോ ജാൻമണി ആണ് റതീഷേട്ടാ. അങ്ങനെയാണെങ്കിൽ ഇനി ഡെയിലി എന്നെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്, എൻ്റെ സഹോദരിയെ പോലെയാണ്. ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, അതിന് ഞാൻ പ്രേക്ഷകരോട് മാപ്പ് ചോദിക്കും. ഞാൻ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാൻ പോകുമ്പോൾ അപ്പം മുടിയിരും. ബിഗ് ബോസ് സീസൺ 6 മത്സരാർത്ഥിയായിരുന്ന രതീഷന്റെ ഫാമിലിയോടൊപ്പമാണ് ഇപ്പം നമ്മളുള്ളത്. നമസ്കാരം രതീഷ്. നമസ്കാരം. എവിക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എല്ലാവരുടെയും ഒരു മാനസികാവസ്ഥ? നല്ല സന്തോഷം. ചോദിക്കുന്നത് തന്നെ നല്ല സന്തോഷം. ഞങ്ങള് ഭയങ്കര ചിരിയും കളിയൊക്കെയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പിന്നെ ഇതിപ്പോ ഞാൻ ചോദിക്കുന്നതിൽ എന്താ രതീഷ് ചേട്ടാ തെറ്റ് പറയാനുള്ളത്? ആ ഒരു ഫസ്റ്റ് വീക്ക് തന്നെ എവിക്റ്റ് ആയിട്ട് വന്നിട്ട് ഭയങ്കര സന്തോഷിച്ച് ചിരിച്ച് കളിച്ചിട്ടൊക്കെയാണ് പുറത്തേക്ക് വന്ന് പാട്ടൊക്കെ പാടി. എയർപോർട്ടിൽ നിന്ന് തന്നെ പാട്ട് പാടി രസിച്ചിട്ട് വന്ന ആളാണ്. ചോദിക്കുന്നതിന് തെറ്റില്ല. അതല്ല രസം, വേറെ രസം ഉണ്ടായി. ഞാൻ എവിക്റ്റ് ആയപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ടെൻഷനൊന്നും സന്തോഷം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നമുക്കൊരു ചെറിയ വിഷമം ഉണ്ടാവും. പക്ഷെ ഞാനത് പുറത്തേക്ക് കാട്ടിയിട്ടൊന്നുമില്ല. ഞാൻ ഹൈലി കോൺഫിഡൻസിലൂടെയാണ് വന്നത്. കാരണം എൻ്റെ ഗെയിമിനെ കുറിച്ചിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ നന്നായിട്ട് കളിച്ച ഒരാളാണെന്ന് സ്വയം എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എവിക്റ്റഡ് എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ മുഖത്തൊരു ഭാവവ്യത്യാസം വന്നില്ല. ഞാൻ ബിഗ് ബോസിനോട് താങ്ക് യു സർ എന്നിട്ട് പാട്ടൊക്കെ പാടി അവരുടെ അടുത്തൊക്കെ. അപ്പൊ എൻ്റെ മറ്റേ സ്വഭാവം പോയി. ഏതാ? ചൊറി സ്വഭാവം. അതാണ്. അപ്പൊ എൻ്റെ ചൊറി സ്വഭാവം പോയി. എന്നിട്ട് ഞാൻ അവരോടൊക്കെ സംസാരിച്ച് പാട്ടുപാടി. ഞാൻ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് നിൽക്കുമ്പോഴും നല്ല കോൺഫിഡൻസോടെ നിന്നുണ്ടായിരുന്നത്. അപ്പോഴും ഞാൻ ലാലേട്ടന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രേക്ഷകർ എൻ്റെ ഗെയിമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ ലാലേട്ടൻ ഒരു ചോദ്യം ചോദിച്ചിട്ടായിരുന്നു, തിരിച്ച് വിളിച്ചാൽ വരുമോ എന്ന്. ആ ചോദ്യത്തിന്റെ ബലത്തിലാ ഓമ ഇവിടെ നിൽക്കുന്നേ. എന്താ ഈശ്വരയുടെ അഭിപ്രായം? വിളിക്കോ? നാവ് പൊന്നായിരിക്കട്ടെ. ഇതെന്റെ അമ്മ, എന്റെ പൊന്നമ്മ. ഓക്കെ, ഇത് എന്റെ വൈഫ് അമ്മു ചേച്ചി. ഇത് രണ്ടാമത്തെ മോള് പാറു. അദ്വൈതാണോ ശരിക്കുള്ള പേര്? അത് അക്ഷര, അച്ചു എന്ന് വിളിക്കും. പിന്നെ എൻ്റെ അച്ഛൻ പുലിയാണ്. അച്ഛന് ബേസിക്കലി ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും അത്ര വലിയ, അച്ഛന് പബ്ലിസിറ്റി തീരെ താല്പര്യമില്ല. അതെ. അച്ഛൻ പിന്നെ നമ്മൾ പറയണ കാരണം ഇരിക്കുന്നതാണ് അച്ഛൻ. പിന്നെ എനിക്ക് 2 ചേട്ടന്മാരാണ്, ഗിരീഷ് കുമാർ, സുരേഷ് കുമാർ. മൂത്തേട്ടൻ ഇന്നലെയൊക്കെ കുറെ ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു, അതിലൊക്കെ ഉണ്ടായിരുന്നു. മൂത്തേട്ടൻ ഇപ്പോൾ ഒരു ചെറിയൊരു ബിസിയിലാണ്, അതാണ് ഇപ്പോൾ ഒരിക്കൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ആള് ബാംഗ്ലൂരാണ്, സുരേഷ് കുമാർ. ഇതാണ് ചേട്ടന് വലിയ കംപ്ലൈന്റ് ആണ്, ഞാൻ കാണിക്കുന്നില്ല. ഒന്ന് കാണിക്കും എൻ്റെ ചേട്ടനെ, അതായത് ഞാൻ കാണിക്കുന്നില്ല, എന്നെ ഒരു ഇന്റർവ്യൂവിൽ കാണുന്നില്ലടാന്ന് പറഞ്ഞിട്ട് എൻ്റെ രണ്ടാമത്തെ ചേട്ടന് ഭയങ്കര കംപ്ലൈന്റ് ആണ്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ, അപ്പുട്ടേട്ടൻ. അത് എഴുത്തി, അപ്പുട്ടേട്ടൻ്റെ വൈഫ്. പിന്നെ മുത്ത്. പിന്നെ ഒരു മോനും കൂടി ഉണ്ട്, ആദി മോനുണ്ട്. പിന്നെ മൂത്താള് ഗിരീഷ് കുമാർ എഴുത്തി. പിന്നെ മക്കള് 2 പേര്, ഉണ്ണിക്കുട്ടൻ, ഉണ്ണിമോള്. എല്ലാവരും പേര് പറയണല്ലോ, ആർക്കും ഒരു വിഷമം ഉണ്ടാവരുത്. അതെ, അതോടുകൂടി എന്തായാലും ചേട്ടന്റെ പരാതി ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂയോടുകൂടി മാറി കിട്ടും. ടിക്കറ്റ് കിട്ടാത്തവരുടെ ഈ വലിയ തമാശ എന്താ അറിയോ, എവിക്റ്റ് ആയപ്പോ വീട്ടിലെല്ലാവർക്കും വിഷമാണ്. എല്ലാവർക്കും വിഷമായി, അയ്യോ ഞാൻ എങ്ങനെ എവിക്റ്റ് ആയി. എല്ലാവരും ആകെ ഒരു ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഞെട്ടിപ്പോയി, ഞാൻ എവിക്റ്റ് ആവാനുണ്ട്. എല്ലാരും വിഷമാണ്. എൻ്റെ മൂത്ത മോളും അമ്മ, അച്ഛൻ, ചേട്ടന്മാര്, അമ്മൊക്കെ വിഷമിച്ചിരിക്കുമ്പോഴേ ഒരുത്തിയില്ലേ പാറപ്പൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിസിലടിയും, അമ്മേ അച്ഛൻ നമ്മുടെ അടുത്തേക്ക് വരാൻ പോവാറ്.
ഭയങ്കര കയ്യടി ബഹളം ചിരിച്ചിട്ടൊക്കെ യാഹൂ അച്ഛൻ നമ്മുടെ അടുത്ത് വരാൻ പോവാന്നിട്ട് അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മോള് സന്തോഷം ആദ്യത്തെ ആഴ്ച അച്ഛന്റെ തോൽവി കൊണ്ട് സന്തോഷിച്ച മകളാണെന്നൊക്കെ. അച്ഛൻ നമ്മുടെ അടുത്തേക്ക് വരല്ല അതിന് സന്തോഷം. അയ്യോ എനിക്കിത് ഭയങ്കര ചിരി വന്നു. എല്ലാരും സങ്കടപ്പെട്ടിരിക്കുമ്പോഴേ അമ്മേ നമ്മുടെ അച്ഛനല്ലേ വരണേ അത്രേ. ഹാപ്പി ആയി ഹാപ്പി ആയി ഓക്കെ അല്ലേ മുത്തേ? എന്താ ചേച്ചി തോന്നുന്നേ വിക്ടായി വന്നതിന് ശേഷം ആ ഒരു ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞപ്പോ എന്താണ് തോന്നുന്നത്? അവിടുത്തെ മത്സരാർത്ഥികളുടെ ഒരു അതൊക്കെ കാണുമ്പോ എന്താണ് ചേച്ചിക്ക് തോന്നുന്നത്? മത്സരാർത്ഥികൾ നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസ് തന്നെയാണ്. അതെ, പക്ഷെ കണ്ണാടനും കൂടി അവിടെ ഉണ്ടാവണം എന്നൊരു കാണുമ്പോ നമുക്കത് കാണുമ്പോ ഒരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ. കണ്ണാടനും കൂടി അവിടെ ഉണ്ടായിരുന്നു വെച്ചാൽ നന്നായിരുന്നു എന്നൊരു തോന്നല്. അമ്മയ്ക്ക് എന്താണ് മകന്റെ ഒരു ചെന്ന മത്സരമൊക്കെ കണ്ടപ്പോ? അന്ന് 2 ദിവസമൊക്കെ ഭയങ്കര വിഷമമുണ്ടായി. ആണല്ലേ? ഭയങ്കര സൗണ്ടൊക്കെ വല്ലാണ്ട് എടുത്തപ്പോഴേ പിന്നെ എന്താ വെച്ചാൽ ശബ്ദം അടഞ്ഞു. അപ്പൊ അതൊക്കെ ആയിട്ട് പിന്നെ അവസാനം ഇപ്പൊ ഇഷ്ടമാക്കി. അമ്മക്ക് പ്രഷർ കയറിയിട്ട് അമ്മ എന്റെ അടുത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് എന്റെ കണ്ണ സമാധാനമായി എനിക്കിത്രേ. കാരണം ഞാൻ അവിടെ ഭക്ഷണം കിട്ടുന്നില്ല, ഭക്ഷണം തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ ഇതുണ്ടായില്ലേ, ഭക്ഷണം നിഷേധിക്കരുത്. ഞാനവിടെ പ്രശ്നക്കാരനായിരുന്നല്ലോ, ചൊറിയനും ഭയങ്കര ഇതായിരുന്നല്ലോ. അവിടെ കണ്ടന്റ് ഉണ്ടാക്കുകയാണെന്ന് അമ്മ ഇവിടെ അമ്മ അറിയണില്ലല്ലോ, അത് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയതാണ്. ഭക്ഷണം ഉണ്ടാക്കിയപ്പോ അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. അമ്മ അന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ഗെയിമാണ്, ഇത് കണ്ടിട്ട് അങ്ങനെ അമ്മ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, അമ്പലത്തിൽ പോവുക പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് തോന്നുന്നു അമ്മ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അമ്മ ഞാൻ വരണമെന്ന്. പ്രശ്നങ്ങൾ വന്നിട്ട് എന്റെ മോനെ എന്റെ അടുത്തേക്ക് പെട്ടെന്ന് വിട്ടോണ്ട് ശബ്ദം അതൊന്നും ഇവിടെ പതിവില്ലേ. അവിടെ ചെന്നപ്പോഴൊക്കെ ഇത് കാണുന്നത് എന്താണ് ഇവിടെ കാണിക്കണത് ചോദിച്ചാൽ അതേപോലെ 2 ആളൊക്കെ ഏട്ടന്മാർക്ക് 2 ആളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടന്മാർക്ക് ഭയങ്കര പ്രഷർ. അങ്ങനെ കണ്ടിട്ടില്ല. എന്താ അമ്മ അങ്ങനെയൊക്കെ കാണിക്കണെന്നൊക്കെ ചോദിക്കണത് ആദ്യമായിട്ടാണ്. കാരണം ഞാനൊരു ചൊറിയനായിട്ടുള്ള ഒരാളല്ല, ഞാൻ ദേഷ്യക്കാരനായിട്ടുള്ള ഒരാളല്ല. ഞാൻ എല്ലാവരും സോപ്പിട്ട് മസ്ക് ഇട്ട് ഇപ്പൊ ഐശ്വര്യ ഇവിടുന്ന് പോകുമ്പോ ഐശ്വര്യ എന്റെ ഏറ്റവും വലിയ സുഹൃത്തായിരിക്കും. അത് എന്റെ കുടുംബത്തിലൊരു അംഗമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. പക്ഷെ എന്റെ ഈ സ്വഭാവം വെച്ചുകൊണ്ട് ഞാൻ ബിഗ് ബോസിലേക്ക് പോയാൽ അത് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ടാണ് ഞാനത് മാറ്റിപ്പിടിച്ചത്. ആ മാറ്റിപ്പിടിക്കൽ കൂടിപ്പോയി. അത് കാരണം ഇപ്പൊ എന്തായി, അവരെന്നെ മാറ്റിപ്പിടിച്ചു. ഐശ്വര്യ അടുത്ത് നിന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി ആദ്യത്തെ ആഴ്ച പോയപ്പോ. സാരല്ല, എല്ലാരും ഒന്ന് പറയുന്നുണ്ട് ഒരു വൈൽഡ് കാർഡ് എൻട്രി വഴി രതീഷ് ഏട്ടൻ തിരിച്ചു വരുന്നൊക്കെ തന്നെയാണ് പൊതുവെ ഒരു സംസാരം വരുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്താ എന്റെ മോൾക്ക് തരാ, ഏട്ടനിൽ ഒന്നുമില്ല, ഏട്ടനിൽ സ്നേഹം മാത്രമേ ഉള്ളൂ മോളെ. മതി ധാരാളം. കല്യാണത്തിന്റെ 2 ദിവസം മുന്നേ ഞാൻ അവിടെ വന്ന് നിൽക്കാം. ഫുൾ ഓൾ ഇൻ ഓൾ ആയിട്ട് കല്യാണം നോമ്പ് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് നടത്തി തരും ആങ്ങളുടെ ഭാഗത്ത് നിന്നിട്ട്. എന്ത് ഓക്കെ ഇല്ലേ? മാരീഡ് അല്ലല്ലോ? മാരീഡ് ആണ്. ആണോ? അതെ, കല്യാണത്തിന്റെ തലേ ദിവസം ഞാൻ വരാം, 2 ദിവസം മുന്നേ ആയിക്കോട്ടെ എന്നിട്ട് അവസാനം ഞാൻ ചോദിച്ചു മാരീഡ് ആണല്ലേ? അത് ശരി, ഓക്കെ. ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ പേര് അമൽ. അമൽ. മക്കള് ഒരു മോളുണ്ട്. ഓ പ്രായം പുറത്തേക്ക് വന്നേ, പ്രായം പുറത്തേക്ക് വന്നേ. അയ്യോ ടെൻഷനായില്ലേ? അപ്പോ അച്ഛനെന്താണ്, അച്ഛനോടും ചോദിക്കണമല്ലോ അതിന്റെ ഒരു മത്സരത്തിനെ പറ്റിട്ട്. ഇങ്ങനത്തെ ഈ ഹാബിറ്റ് എവിടെ വന്നു അങ്ങനെ ആലോചിക്കുക. ഇതേപോലെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലേ. ഇവിടെ ഉള്ളൊരു മകനേ അല്ലായിരുന്നു അവിടെ. അവിടെ ഈ ഒരു കേട്ടറിന് തന്നെ ഭയങ്കര വ്യത്യാസങ്ങൾ വരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുന്നത് എവിടെ ഈ ഭാഷകൾ കിട്ടിയെന്നാണ് ആലോചിക്കുന്നത്. ഇതേവരെ അങ്ങനെ ഒരു ഭാഷ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ ദേഷ്യപ്പെട്ട എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവൻ നൈസായിട്ട് ആൻസർ തരുള്ളൂ. ഇത് അവിടെ ഒരു ആൻസർ കാണുമ്പോ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴല്ലോ എവിടുന്ന് വന്നു ഞാൻ ആലോചിക്കുന്നു. എന്റെ മകനല്ലേ ഇത് ചിന്തിച്ചല്ലേ? അവിടെ പോയി കഴിഞ്ഞപ്പോ കംപ്ലീറ്റ്ലി മാറിപ്പോയോന്നൊക്കെ ചിന്തിച്ചു. ഹാബിറ്റ് മാറിപ്പോയ പോലെ. അച്ഛനെന്തറിയോ, ഞാൻ വീട്ടില് നാട്ടിൽ എന്നെ കുറിച്ച് അന്വേഷിച്ച് നോക്കിക്കോളൂ. ഞാൻ ഇങ്ങനെ ഒരാളല്ല. ഞാൻ ഭയങ്കര സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരാളാണ്. ഞാൻ എല്ലാവരോടും സ്നേഹത്തിലെ പെരുമാറുള്ളൂ. ഞാൻ എല്ലാവരും എനിക്ക് വേണം, എല്ലാവരും. ഇപ്പൊ തന്നെ മനസ്സിലായിണ്ടാവും, എൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് മനസ്സിലായിണ്ടാവും. ഞാൻ അങ്ങനെ ഒരാളല്ല. എൻ്റെ വീട്ടുകാരൊക്കെ കൂടെ ഞെട്ടിപ്പോയി. എൻ്റെ വല്യമ്മമാരൊക്കെ, അമ്മയുടെ ചേച്ചിമാരൊക്കെ, അവർക്കൊക്കെ ആകെ ടെൻഷനായി. എൻ്റെ വല്യമ്മയുടെ മക്കൾക്ക് ടെൻഷനായി, എൻ്റെ ചേട്ടന്മാർക്ക് ടെൻഷനായി, അച്ഛൻ അമ്മ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു 3 ദിവസം ഞാൻ മുൾമുനയിൽ നിർത്തി. കാരണം എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താ അറിയോ, നമ്മളൊരു ഗെയിം കളിക്കാൻ പോയതാണ്. നമ്മളൊരു ഗെയിം കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ ക്യാരക്ടറിൽ നിന്ന് കുറച്ച് മാറി ചിന്തിക്കണം, മാറ്റി ചിന്തിക്കണം അല്ലെ? അതിന്റെ ടാഗ് തന്നെ മാറ്റിപ്പിടിക്കലാണ്. ആ മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞ ടാഗ് മാത്രം കൊണ്ടാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല, ബിഗ് ബോസിൽ വരാൻ പറ്റില്ല. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്.
എന്നെ ഒരാൾക്ക് പോലും പരിചയമില്ലാത്ത ഒരാളാണ്. എൻ്റെ ഒരു ഉണ്ടാന്ന് പറഞ്ഞ പാട്ട് ഐശ്വര്യ കണ്ടിട്ടുണ്ടാവുന്നല്ലാതെ പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാവുന്നല്ലാതെ എന്നെ അങ്ങനെ ഒന്നും ആർക്കും അറിയില്ല. അങ്ങനെ ഒരാൾക്ക് ഒരു അവസരം ബിഗ് ബോസിന്റെ വലിയൊരു വാതിൽ തുറന്നു കിട്ടുകയാണ്. അതിന് ഞാൻ ബിഗ് ബോസിനോട് എന്നും ജീവിതകാലം മുഴുവൻ കടപ്പെട്ടവനായിരിക്കും. കാരണം എന്താ വെച്ചാൽ എന്നെ പോലുള്ള ഒരു സാധാരണക്കാരൻ ഇത്രയും വലിയൊരു വാതിൽ തുറന്നു കിട്ടിയത് അത് എൻ്റെ ബിഗ് ബോസ് ആണ് എനിക്ക് തുറന്നു തന്നത്. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറ്റിയ ബിഗ് ബോസ് ആണ്. ചേട്ടന്മാരൊക്കെ ഒരുപാട് ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളതാണ്. ഞാൻ ഈ നാട്, അമ്പലം, ഞാനിവിടെ അമ്പലങ്ങളിലൊക്കെ കമ്മിറ്റി അംഗമാണ്. തിരുവമ്പാടിയിൽ പ്രവർത്തിക്കാൻ പോകാറുണ്ട്, പൂർണ്ണ ശിവക്ഷേത്രത്തിൽ പ്രവർത്തിക്കാൻ പോകാറുണ്ട്, ശങ്കരമര അമ്പലത്തിൽ പ്രവർത്തിക്കാൻ പോകാറുണ്ട്, അല്ലെങ്കിൽ അയ്യപ്പ സേവാ സംഘത്തിൽ ഞാൻ പ്രവർത്തിക്കാൻ പോകാറുണ്ട്. കൊലവാഴ കെട്ടുക, കുരുത്തോല കെട്ടുക, ഇതൊക്കെയാണല്ലോ രതീഷ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക്, ഒരു സാധാരണക്കാരനാണ്, ഇത്രയും വലിയൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ ഞാനത് യൂസ് ചെയ്തു. കാരണം ഒരാഴ്ച ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞല്ലോ, എനിക്കത് മതി. എൻ്റെ ഒരു ഇത് തെറ്റിപ്പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ച എവിക്ഷൻ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ചരിത്രത്തിൽ, ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റത്തെ വീക്ക് എവിക്ഷൻ ഉണ്ടായത്. ആ ടാഗ് കൊണ്ട് മാത്രമാണ്. മാറ്റി പിടിച്ചാലോ, എല്ലാം മാറ്റി പിടിക്കലാണ് ബിഗ് ബോസ്. അപ്പോൾ ബിഗ് ബോസിന് ഞാൻ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. ബിഗ് ബോസ് എനിക്ക് എല്ലാം തന്നിട്ടേ ഉള്ളൂ. ബിഗ് ബോസ് സീസൺ 6 ഞാൻ അറിയപ്പെട്ടത്. എവിക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് എവിക്ഷൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ബിഗ് ബോസിന്റെ മാറ്റിപ്പിടിക്കലിന്റെ സീസണാണ്. അപ്പോൾ എവിക്ഷൻ വേണം. അപ്പോൾ ഞാൻ ആദ്യം 3 ദിവസം നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ആളാണ്. എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമന്റ്സ്, ട്രോളുകളൊക്കെ നോക്കിയിട്ടേ എനിക്ക് ചിരി വന്നിട്ട് നിൽക്കില്ലാത്ത അവസ്ഥയാണ്. അത്രയും സ്പ്രെഡ്. 4ാമത്തെ ദിവസം തൊട്ടാണ് ഞാൻ എൻ്റെ കളി മാറ്റി പിടിച്ചത്. 4ാമത്തെ ദിവസം തൊട്ട് പ്രേക്ഷകർ, ഈ ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴേക്കും 4-5 ദിവസങ്ങളിലൊക്കെ ജയിൽ ടാസ്കും അങ്ങനെയൊക്കെ ആയിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തു പോയി. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വോട്ടില്ല. ബിഗ് ബോസിന് എന്നെ ഔട്ടാക്കേണ്ടി വന്നു. കാരണം എനിക്ക് വോട്ടില്ലാത്ത കാരണമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ബിഗ് ബോസ് ഇപ്പം ഞാനൊരു നല്ല കളിക്കാരനാണ്, വോട്ടില്ല അവൻ നിന്നോട്ടെ, അതല്ല. ബിഗ് ബോസ് കറക്റ്റ് റൂട്ടിലാണ് ബിഗ് ബോസ് പോകുന്നത്. അപ്പം എനിക്ക് ബിഗ് ബോസിനോട് ഇപ്പോഴും ബഹുമാനം മാത്രമേ ഉള്ളൂ, നന്ദി മാത്രമേ ഉള്ളൂ. ബിഗ് ബോസ് എനിക്ക് എല്ലാം തന്നു. പിന്നെ എനിക്ക് വേറെ ഒരു വിഷമവും ഇല്ല. കാരണം ഞാനവിടെ 7 ദിവസം അവിടെ നിൽക്കുകയാണെങ്കിൽ കൂടിയും ഞാൻ 7 ദിവസം എനിക്ക് അയ്യോ അത് ചെയ്യായിരുന്നല്ലോ, ഇത് ചെയ്യായിരുന്നല്ലോ, അങ്ങനെ കളിക്കായിരുന്നല്ലോ, ഇങ്ങനെ കളിക്കായിരുന്നു, അങ്ങനെ ഒരു ചിന്തയില്ല. കാരണം കളിയുടെ മാക്സിമം ഞാൻ കളിച്ചിട്ടുണ്ട്. ഐശ്വര്യയെ ഒരു രക്ഷയില്ലാത്ത കളിയല്ലേ, അതന്നെ, അതുകൊണ്ടാണല്ലോ എത്തിയത്. അതുപോലെ തന്നെ ചേട്ടൻ അന്ന് ഒരു കളിയുടെ ഇടയ്ക്ക് തന്നെ ഞാൻ ക്വിറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, എന്തായിരുന്നു അമ്മയ്ക്ക്? എന്താണ് അത് തോന്നിയത്? അമ്മയ്ക്ക് ചൂലും കെട്ടിട്ട് അടിക്കാൻ തോന്നി. അമ്മ വൈകാൻ നിങ്ങട് പാടാ, നീ ശരിയാക്കി തരാൻ നിന്നെ, അങ്ങനെയൊക്കെയാണ്. അമ്മയ്ക്ക് ഇപ്പൊ നമ്മൾ വലുതായി നോക്കാൻ പറ്റില്ല കേട്ടാ. അമ്മ ഇപ്പൊ എന്റെ അടുത്ത് ദേഷ്യം വന്നാ ഇപ്പൊ എന്റെ അടുത്ത് ചീത്ത പറയും. അങ്ങനെയാണ്. എന്റെ അച്ഛനായാലും അമ്മയായാലും അതെ, അവര് അങ്ങനെയാണ്. കാരണം അവിടെയുള്ള മത്സരാർത്ഥികൾ തന്നെ ഗബ്രി ആണെങ്കിലും വന്നിട്ട് പറയുന്നുണ്ട്, ഫാമിലിയുടെ ഇമോഷൻസ് ചേട്ടൻ നോക്കണം, ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കരുതെന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടല്ലേ ഫാമിലി എന്നുള്ള നിലയ്ക്ക് നല്ലൊരു സങ്കടം ഉണ്ടായിട്ടുണ്ടാവും. ചേച്ചി എന്ത് വിചാരിച്ചു? എന്താണ് ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചോ? പറഞ്ഞപ്പോ ഇതെന്തിട്ട് കാണിക്കണേന്നുള്ളൊരു തന്നെയായിരുന്നു ചിന്ത. 100 ദിവസം നിൽക്കാൻ വന്ന് പോയിട്ട് 3ാമത്തെ ദിവസം പെട്ടിയെടുത്ത് പോന്നപ്പോ എന്തിനാ കാണിക്കണേന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ തോന്നി വെറുതെ കാണിക്കുന്നതാണ്. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോ തോന്നി വെറുതെ കാണിക്കണ തന്നെയാവും എന്ന് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ അവരുടെ ലക്ഷറി പോയിന്റ് കളഞ്ഞ് അതെങ്ങനെയും തിരിച്ചു കയറാനുള്ളതാണ്. കിടന്ന് ഉറങ്ങണേ കണ്ടപ്പോ തോന്നി അത് കൺഫേം ചെയ്തു. തിരിച്ചു കയറിയത് എങ്ങനെയുണ്ട്? ശരി എന്ന് പറഞ്ഞിട്ട് ആ ചമ്മല്. എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം. 18 പേര് ശത്രുക്കളായാലത്തെ പ്രശ്നം എന്താ അറിയോ? ഒരാൾ പോലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഞാൻ ഇറങ്ങിയപ്പോ ആർക്കും തന്നെ വേണ്ട, ഒരു രക്ഷയിൽ ഒരാൾ പോലും വരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങി. ലക്ഷറി ബഡ്ജറ്റ് ഞാൻ അന്തസ്സായിട്ട് കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്സരയും അർജുനും വന്നു. ലക്ഷറി ബഡ്ജറ്റ് കളഞ്ഞപ്പോൾ അവർക്ക് പേടിയായിട്ട് വന്നപ്പോ ഞാൻ ഒരാൾ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. അവര് വന്നപ്പോൾ ഞാൻ ശരി എന്നാ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ചമ്മിട്ട് തന്നെ പോയത്. പക്ഷെ അന്നത്തെ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു. അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 പേരും എന്നെ ട്രിഗർ ചെയ്തുകൊണ്ട്, എന്നെ മാർക്ക് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്വിറ്റ് ചെയ്ത് പോരാണെങ്കിൽ നമ്മൾ കൺഫെഷൻ റൂം വഴിയെ പോവുക, അല്ലാതെ നേരിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് ചെന്നിട്ട് എന്താ ചിരി നോക്ക്. അതായത് എല്ലാം പഠിച്ചു വെച്ചോളൂ കേട്ടോ, ചാൻസ് കിട്ടുമ്പോഴൊക്കെ പ്രയോഗിച്ചോളൂ. വേണ്ട പ്രയോഗിക്കണ്ട, എന്റെ രീതി എന്റെ മാത്രം രീതിയാണ്. എന്തായാലും രതീഷന്റെ ഒരു സ്ഥാനം തട്ടിയെടുക്കാൻ എന്തായാലും ആൾക്കാർക്ക് പറ്റില്ല. അതുകൊണ്ടാണല്ലോ രതീഷേട്ടൻ ആ ഒരു 1 വീക്ക് കഴിഞ്ഞ് ഇറങ്ങിയിട്ടും നമ്മൾ അത്രയും കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണല്ലോ. തീർച്ചയായും. അപ്പൊ എന്താ അറിയോ, ബിഗ് ബോസ് ഒരിക്കലും വാതിൽ തുറക്കില്ല എന്നുള്ളത് എനിക്കറിയാം. ബിഗ് ബോസിന്റെ അടുത്ത് എനിക്ക് പോകണമെന്ന് വെച്ചാൽ കൺഫെഷൻ റൂം വഴി പോയിട്ട് ബിഗ് ബോസിനോട്
അത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അത്രയും മാനസികമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആണെങ്കിൽ മാത്രമൊക്കെയാണ് നമ്മളെ വിടുള്ളൂ. അങ്ങനെയൊന്നും ബിഗ് ബോസ് വിടില്ല. അങ്ങനെ ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ വരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ബിഗ് ബോസ് തുറക്കില്ല എന്നുള്ളൊരു ഉറപ്പാണ്. ഞാൻ വലിയ ഷോ കാട്ടിയിട്ട് വന്നിട്ട് ബിഗ് ബോസ് തുറക്കൂ എന്ന് പറഞ്ഞിട്ട് 2 വട്ടം കുട്ടികൾ കൂട്ടാ, അതെങ്കിലും കൊട്ടിയില്ല. എല്ലാതും കുട്ടികളാണ് എല്ലാവരും രതീഷ് ഇറങ്ങി പോയിക്കോളൂ എന്താ പറഞ്ഞേ, മറ്റേതാണല്ലേ ബിഗ് ബോസ് ആലോചിച്ചു. ഞാൻ ഫോണിലേട്ടോ അതൊക്കെ പറയും ചിലപ്പോ. അപ്പോ ഞാൻ അധികം കൊട്ടിയില്ല. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് മറ്റേ ഇംഗ്ലീഷിലൊക്കെ ജാതി സംസാരമായിരുന്നു, പൊട്ട ഇംഗ്ലീഷായിരുന്നു, ജാതി എങ്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ കിടന്നുറങ്ങി. പിന്നെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സെറ്റപ്പ് അവരെന്നെ ഉണ്ടാക്കി തന്ന കാരണം ചമ്മലോട് കൂടിയിട്ട് ഞാൻ അങ്ങനെ തിരിച്ച് കയറി. അത് ഞാൻ സത്യം പറഞ്ഞ കണ്ടന്റ് ഉണ്ടാക്കിയതാണ്. ഞാൻ നുണ പറയണതല്ല. ഞാൻ അവിടെ എനിക്കറിയാം ആ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ അത് പ്രമോല് വരും. അത് അവിടെ കണ്ടന്റ് ആയിട്ട് അത് വരും. പ്രേക്ഷകരെല്ലാവരും മുൾമുനയിൽ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ ഭയങ്കരമായിട്ട്. ഇപ്പം ഞാൻ ബിഗ് ബോസിന് വേണ്ടി എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു, കണ്ണേട്ട ബിഗ് ബോസിന് വേണ്ടി ഗെയിം കളിച്ചു, കണ്ണേട്ടിന് വേണ്ടി ഗെയിം കളിച്ചില്ല. ശരിയാണ്. കാരണം എന്താ പറയുക, ഞാൻ ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഗെയിം കളിച്ച ആളാണ്. കാരണം അത് ബിഗ് ബോസ് പറഞ്ഞിട്ടല്ല. ബിഗ് ബോസിന് വേണ്ടി ഗെയിം കളിക്കാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റിൽ 5 സീസൺ ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ, ഭയങ്കര ഹിറ്റ് ആയിരുന്നു. 6ാമത്തെ സീസൺ അതിനേക്കാളും വലിയ ഹിറ്റ് ആവണം. അത് എൻ്റെ പേരിൽ ഹിറ്റാവണം, സ്വകാര്യത്തിൽ ആരോഗ്യം പറയട്ടെ, എൻ്റെ പേരിൽ ഹിറ്റാവണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കായിരുന്നു. അപ്പൊ എനിക്കറിയാം നെഗറ്റീവ് ഓർ പോസിറ്റീവ് എങ്ങനെയെങ്കിലും ബിഗ് ബോസ് സീസൺ 6 ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിന് മാത്രമേ. അതെ. അപ്പൊ എൻ്റെ റിയൽ ക്യാരക്ടർ വെച്ചിട്ടാണ് ഞാൻ എല്ലാവരും ഒരു എലിമിനേഷനിൽ ഞാൻ വരില്ല. അല്ല ഒരു നോമിനേഷനിൽ ഞാൻ വരില്ല. ഓക്കെ. കാരണം വെച്ചാൽ എനിക്ക് അസലായിട്ട് സോപ്പിട്ട് നിൽക്കാൻ അറിയാം. അസലായിട്ട് എല്ലാവരോടും സോഫ്റ്റ് ആയിട്ട് പെരുമാറി എനിക്ക് സേഫ് ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അത്ര ഒരാൾക്ക് അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഞാൻ എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ അങ്ങനെ സോപ്പിടാൻ എടുക്കണ. അപ്പൊ ഞാൻ അതെ കാര്യമായിട്ട് അപ്പൊ എന്താ അറിയോ, എനിക്ക് സുഖമായിട്ട് എനിക്ക് നിൽക്കാൻ അറിയാം. പക്ഷെ ആ ഒരു ഗെയിം അങ്ങനെ എനിക്ക് 100 ദിവസം നിൽക്കണ്ടോ, എനിക്ക് അങ്ങനെ 100 ദിവസം നിൽക്കാൻ ഇഷ്ടമല്ല. എനിക്ക് എന്നെ ഗെയിമറായിട്ട് കണ്ടാൽ മതി. അത് ചൊറിയാനായാലും കോമാളിയായാലും തരികടയായാലും എന്നെ ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് കാണണം. അപ്പോൾ എനിക്ക് അങ്ങനെ സേഫായിട്ട്, ഞാൻ പറയട്ടെ, സേഫായിട്ട് സോപ്പ് ഇട്ടിട്ട് 100 ദിവസം നിൽക്കുന്നതും കളിച്ച് 7 ദിവസം കൊണ്ട് പുറത്താവണം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കളിച്ച് 7 ദിവസം കൊണ്ട് പുറത്താവണമെന്നാണ് നല്ലത് അല്ലേ? എന്നും ബിഗ് ബോസ് സീസൺ 6 കഴിയുമ്പോൾ, അല്ലെങ്കിൽ എത്ര സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന് മുമ്പത്തെ സീസൺ നോക്കിയാലും രതീഷ് കുമാർ എന്ന വ്യക്തി ഒരാഴ്ച കൊണ്ട് കുറച്ചൊക്കെ ഓളം സൃഷ്ടിച്ചെന്ന് നാട്ടുകാർ പറയില്ലേ, പ്രേക്ഷകർ പറയില്ലേ? അത് മതി എന്റെ ഐശ്വര്യക്കുട്ടി. അപ്പൊ ഇപ്പം ചേട്ടൻ ഇപ്പം എവിക്റ്റ് ആയതിനു ശേഷം ബിഗ് ബോസ് കാണാറുണ്ടല്ലോ. അപ്പം ഇപ്പം റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സിജോ റോക്കി വിഷയം. അപ്പൊ ചേട്ടൻ എന്താണ് ആ ഒരു വിഷയത്തെ പറ്റി? അല്ല, അതൊന്നും ഞാൻ പറയാൻ, അത് അവിടുത്തെ മാനസികാവസ്ഥ എനിക്കാണ് കൂടുതൽ അറിയാം. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന പോലെയല്ല അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മൾ മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഓരോ നിമിഷവും നമുക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ട, കറണ്ട് ബില്ല് അടയ്ക്കണ്ട, വീട്ടുകാര്യങ്ങൾ നോക്കണ്ട, വേറെ ഒന്നും അറിയണ്ട, ഒരു ടെൻഷനും ഇല്ല. പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കണ്ട, പിള്ളേരുടെ ഫീസ് അടയ്ക്കണ്ട, ഒന്നുമില്ല. അവിടെ രാവിലെ എനിക്ക് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ചെയ്യാൻ തല്ലൂടുക, ഇത് മാത്രം നമ്മുടെ ജോലി. കണ്ടന്റ് ഉണ്ടാക്കുക, അതിന്റെ പിറകെ പോവുക, തല്ലൂടുക, ഇത് മാത്രം. ഈ പറയുന്നതിന് അത് തന്നെ ഉണ്ടല്ലേ, നമ്മളെ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് കൂടുതലും അങ്ങ് വഴക്ക് പ്രശ്നങ്ങൾ മാത്രമായി പോകുന്നുണ്ടോ ഈ ഒരു സീസൺ? അല്ല, പ്രശ്നങ്ങൾ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളാക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ ഞാൻ വരെ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ, കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഗെയിം പോകുമ്പോൾ എൻ്റെ കയ്യിലല്ല ഗെയിം. ഞാനൊരു കണ്ടന്റ് ഐശ്വര്യയുടെ അടുത്ത് ഉണ്ടാക്കുമ്പോൾ ഐശ്വര്യ പോണ വഴിയിലൂടെ പിന്നെ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഞാനായിരിക്കും കണ്ടന്റ് ഉണ്ടാക്കുക. ഞാൻ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ ഐശ്വര്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല അല്ലെ. ഐശ്വര്യ പ്രതികരിക്കുന്ന പോലെ ഇരിക്കും എൻ്റെ രീതികൾ. അപ്പോൾ ഞാൻ ഐശ്വര്യ എങ്ങനെ പ്രതികരിക്കുന്ന വിചാരിച്ചിട്ടല്ല, ഞാൻ ഐശ്വര്യ അടുത്ത് ഗെയിം കളിക്കുകയാണ്. ഐശ്വര്യ പ്രതികരിക്കുന്ന പോലെ ഞാൻ തിരിച്ച് പ്രതികരിക്കും. ഐശ്വര്യ എൻ്റെ അടുത്ത് ചൂടാകുമ്പോൾ ഞാൻ തിരിച്ച് ചൂടാവും. അവിടെ നമ്മൾ ഐശ്വര്യ ഇപ്പം എൻ്റെ അടുത്ത് ചൂടായി കഴിഞ്ഞാൽ തിരിച്ചിരട്ടി ചൂടായാൽ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ തലയിൽ കയറി നിറങ്ങും. 19 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാത്ത ആൾക്കാരാ, മനസ്സിലായില്ലേ? 19 പേരും ഗെയിം കളിക്കാൻ വന്ന ആൾക്കാരാണ്. 19 പേരും ഗെയിം കളിക്കാൻ വന്ന ആൾക്കാരായതുകൊണ്ട് ഐശ്വര്യ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചൂണ്ടി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ദൈവമേ എന്തിനാണ് അടുത്ത പണി, വേറെ എന്തെങ്കിലുമൊക്കെ നോക്കണം. അത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അവര് തമ്മിലുള്ള വിഷയം, ഇപ്പോൾ സിജോവും റോക്കി തമ്മിലുള്ള വിഷയം എന്താ, അത് നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നത് തന്നെ എനിക്കും പറയാനുള്ളൂ. അത് 2 പേരുടെ കയ്യിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റുണ്ട്. 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയൊക്കെ അത് സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പൊ റോക്കി ഇപ്പം അത്
റോക്കി അപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോ അങ്ങനെ ചെയ്തു പോയിണ്ടാവും. പക്ഷെ അത് നമുക്ക് ന്യായീകരിക്കാനും പറ്റില്ലല്ലോ. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മള് വാക്കുകൊണ്ട് പറയുന്ന ഇറിറ്റേറ്റ് ചെയ്തോ, ഇഷ്ടംപോലെ ഇറിറ്റേറ്റ് ചെയ്തോ കുഴപ്പമില്ല, ഗെയിം കളിച്ചോ, എങ്ങനെ വേണം ഗെയിം കളിച്ചോ കുഴപ്പമില്ല, കളിയാക്കിക്കോ, എങ്ങനെ വേണം കളിയാക്കിക്കോ. ഫിസിക്കലി ഒന്നും ചെയ്യാൻ പാടില്ല. ഫിസിക്കലി ചെയ്യാണെങ്കിൽ അത് ക്ഷമ വേണം. ഞാൻ പറയുന്നത് അതൊക്കെയാണല്ലോ ഗെയിം. ഫിസിക്കലി ചെയ്യാണെങ്കിൽ ഇത് ബിഗ് ബോസ് ഇടിച്ച് ജയിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്, കളിച്ച് ജയിക്കാനാ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതാണ് കളിച്ച് മൈൻഡ് വെച്ച് കളിച്ച് ജയിക്കാനാ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഐശ്വര്യനെ പ്രൊവോക്ക് ചെയ്യാം, എനിക്ക് ഐശ്വര്യനെ കളിയാക്കാം, പ്രൊവോക്ഡ് ആവരുത്. ഐശ്വര്യക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ഐശ്വര്യ ഒരെണ്ണം എനിക്ക് തന്നു, അല്ല ഐശ്വര്യ 10 എണ്ണം എനിക്ക് തന്നു കഴിഞ്ഞാൽ ഒരെണ്ണെങ്കിലും തിരിച്ചടിക്കാനുള്ള ശക്തി എനിക്കുണ്ട് അല്ലെ? ഐശ്വര്യ 10 എണ്ണം അങ്ങോട്ട് തരുമ്പോ എനിക്കത് ഏറ്റുണ്ടാവില്ല. പക്ഷെ ഒരെണ്ണം മനസ്സറിഞ്ഞ് ഞാൻ അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അത് അടിക്കാനല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവരും ബലവാമാടും, എല്ലാവർക്കും ചങ്കൂറ്റുണ്ട്, എല്ലാവരും ഇടിക്കിടി അല്ലെങ്കിൽ എന്തിനും വഴക്കായി അത്ര പാവായ ആൾക്കാരൊന്നുമല്ല അതിൻ്റെ ഉള്ളിലുള്ളത്. അതൊരു ഗെയിമല്ല. ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ അടിക്കാൻ ആർക്കും കഴിയും, ഭീഷണിപ്പെടുത്താനൊക്കെ ആർക്കും കഴിയും. പക്ഷെ അതൊരു ഗെയിമല്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ രണ്ടുപേരെയും കുറ്റം പറയാൻ ആളല്ല. കാരണം ഞാൻ അതിനേക്കാളും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ അഗ്രസീവായിട്ടുള്ള പ്രശ്നങ്ങളല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ചൊറി സ്വഭാവം കോമഡി രീതിയിലുള്ള അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പിന്നെ തല്ലിവിടാൻ ഞാനും റോക്കിയും കൂടിയിട്ടേ മൂക്ക് ടച്ച് ചെയ്തിട്ട് വഴക്ക് കൂടിയിട്ടുണ്ട്. എന്റെ ഭാഗ്യം അന്ന് എനിക്ക് കിട്ടാതിരുന്നു. അന്ന് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ അതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് പിറ്റേ ദിവസമല്ലേ വരും ദിവസങ്ങളിൽ കുറച്ചും കൂടി ആള് ആക്റ്റീവ് ആയുന്നതിനോടൊപ്പം തന്നെ കുറച്ച് അഗ്രസീവ് ആവാനും കൂടെ തുടങ്ങിയതായിട്ട് അതൊരു ഞാൻ പറയട്ടെ, നമുക്ക് ആ പ്ലാറ്റ്ഫോമിൽ ഞാൻ പറഞ്ഞില്ലേ അതൊരു ഗംഭീര ഷോ ആണ്. 19 പേരെയും വിശ്വസിച്ചുകൊണ്ട് 19 പേര് എന്താ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ ഇറക്കി വിടുകയാണ് ബിഗ് ബോസ്. കോടികൾ ചെലവാക്കിയിട്ട് ഉള്ളൊരു ഷോ ആണ്. ആ ഷോയില് അവരുടെ ഒരു ധൈര്യം ആലോചിച്ച് നോക്കണം. 19 പേരെ വിശ്വസിച്ചുകൊണ്ട് ഒരു ജാൻമണിയായിട്ടുള്ള ഒരു കാര്യം അന്ന് സത്യം പറഞ്ഞാൽ ചേട്ടന് ഉദ്ദേശിച്ചത് എന്താണെങ്കിൽ പോലും പ്രേക്ഷകർക്കിടയിലേക്ക് കിട്ടിയ ഐഡന്റിറ്റിയോടുള്ള ഒരു ചേട്ടന്റെ ഒരു സമീപനം വേറെയാണ് എന്നുള്ള രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് ആ ഒരു കാര്യം പോയത്. ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതലും ചേട്ടനോട് അത്രയും അടുപ്പമുള്ളതും ചേട്ടന്റെ വ്യക്തിത്വം എന്താണെന്ന് അറിയാവുന്നതും ചേച്ചി മാത്രമാണ്, പുറത്തുള്ള ഒരാൾ. ചേച്ചി എന്തെങ്കിലും അതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? അതായത് ആൾക്കാർ എന്തെങ്കിലും വെച്ചിട്ടോ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണോ കാഴ്ചപ്പാടെന്നുള്ള രീതിയിൽ എന്തെങ്കിലും അങ്ങനെ ആരും എന്റെ അടുത്ത് ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ലേ? ഇല്ല. ഞാൻ പറയട്ടെ, അത് ആ ഒരു രീതിയാണ് ചേച്ചിക്ക് എന്താ ചേച്ചിക്ക് തോന്നിയത് എന്താ? അല്ല എനിക്ക് ഞാൻ ഇവരുടെ കോമ്പോ ജാൻമണിയാലും പറഞ്ഞിട്ട് തലേ ദിവസം വരെ സംസാരമൊക്കെ ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നതാ. പെട്ടെന്ന് കണ്ടിട്ട് റിയാക്ട് ചെയ്ത് കണ്ടപ്പോ പിന്നെ എനിക്ക് തോന്നി ആള് പറഞ്ഞിട്ട് തന്നെ പോയത് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് തന്നെ പോയത്, വേറെ ഒരു സ്ട്രാറ്റജി എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പോയത്. അപ്പൊ ചിലപ്പോ ഞങ്ങൾക്ക് ടെൻഷൻ വന്നിട്ടോ, ഇനി ലവ് സ്ട്രാറ്റജിയിലേക്ക് പോയാലോ എന്റെ ഗെയിമിനെ ബാധിച്ചാലോ എന്നുള്ള ടെൻഷൻ കൊണ്ടായിരിക്കാം റിയാക്ട് ചെയ്തത്. പക്ഷെ ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടത് അല്ല. ഞാൻ പറഞ്ഞത് അറിയോ, അത് ആൾക്കാർ എന്നോട് അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ജാൻമണി ഒരു പാവം കുട്ടിയാണ്, പാവം കുട്ടിയാണ്, മനസ്സിൽ നന്മയുള്ള, ഞാൻ സഹോദരിയെ പോലെ കരുതുന്ന, എന്നെ സഹോദരനെ പോലെ കരുതുന്ന ഒരു പാവം കുട്ടിയാണ് ജാൻമണി. പക്ഷെ ഞാൻ അവിടെ ഒരു മനുഷ്യനാണ്, ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഞാനത് ലവ് ട്രാക്കിലേക്കാണോ? ഒന്നാമത്തെ കാര്യം ആ കുട്ടിയുടെ സംസാരം എനിക്ക് എന്നെ മനസ്സിലാവുന്നില്ല. റതീഷേട്ടാ അങ്ങനെ ചെയ്യുമ്പോ റതീഷേട്ടാ എന്നൊക്കെ പറഞ്ഞ നല്ല രസം. എന്റെ ഭാര്യ പറഞ്ഞ എന്തറിയോ, ജാൻമണി വരുമ്പോ എനിക്ക് ജാൻമണിയോട് സംസാരിക്കണം, ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് കെട്ടിപ്പിടിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് എന്റെ ഭാര്യ. കാരണം നിങ്ങളുടെ കോമ്പോ കാണാട്ടോ, എന്റെ അടുത്ത് ഫ്ലൈറ്റ് ഇറങ്ങി വെച്ച് തരുമ്പോ നിങ്ങളുടെ കോമ്പോ എന്ത് രസമായിരുന്നു കാണാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞറിയോ, ഞാൻ അവിടെ ടെൻസ്ഡായി പോയി. കാരണം അത് ലവ് ട്രാക്ക് എനിക്ക് പോവാൻ എനിക്ക് താല്പര്യം. അത് ജാൻമണി ലവ് ട്രാക്ക് എടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ തെറ്റിദ്ധരിച്ചു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, വേറെ പെൺകുട്ടികൾ എന്നെ കാണുന്നത് സഹോദരനായിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ചോ, സഹോദരനായിട്ടല്ലേ കാണുന്നത്. ജാൻമണി പറഞ്ഞ രീതി എനിക്ക് ഞാൻ തെറ്റിദ്ധരിച്ചു. പറഞ്ഞ രീതി ലവ് ട്രാക്കിലേക്കാണോ പോകുന്നത് എനിക്ക് തോന്നി. എന്നിട്ട് ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് വിഷമാവുന്നത്. അപ്പൊ റതീഷേട്ടാ ഞാൻ സഹോദരനെ പോലെ കണ്ടക്കണ റതീഷേട്ടാ എന്താ റതീഷേട്ടാ ആണോ ജാൻമണി? ആണ് റതീഷേട്ടാ. അങ്ങനെയാണെങ്കിൽ ഇനി ഡെയിലി എന്നെ കെട്ടിപ്പിടിച്ചു. പിറ്റേ ദിവസം ഞാൻ ജാൻമണി കെട്ടിപ്പിടിച്ചില്ല. ഞാൻ ജാൻമണിക്ക് പേടി വേണ്ടാന്ന് വെച്ചിട്ട് പറ്റില്ല വേണം ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ഞങ്ങള് ഭയങ്കര ക്ലോസ് ആണ്. ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ അവിടെ 2 വ്യക്തികളാണ്, എന്റെ ജിൻഡപ്പനും ജാൻമണിയാണ് എന്നെ വന്ന് വിളിക്കുക.
ജിന്നപ്പോ വന്നിട്ട് വാടാ കഴിക്കടാന്ന് പറയാം. ജാൻമണി റത്തീഷേട്ടാ ഹെൽത്ത് നോക്കണം റത്തീഷേട്ടാ പഞ്ചപാവാണ്. ആ കുട്ടിക്ക് എന്താ കാര്യം? ഇപ്പൊ നാട്ടുകാരും അല്ലെങ്കിൽ പ്രേക്ഷകര് എല്ലാവരും അങ്ങനെ തെറ്റാ. ഞാൻ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ ജാൻമണി അത് വിട്ടു, ഞാനും അത് വിട്ടു. ഏഷ്യാനെറ്റ് പോലും അലാലേട്ടൻ പോലും ആ കേസുകളെ എടുത്തിട്ടില്ല. കാരണം അതൊരു കഴമ്പില്ലാത്ത കേസാണ്. അല്ല അതൊരു അതെ ഞാൻ പറയട്ടെ, ഹലോ ഞാൻ പറയട്ടെ. അതായത് അപ്പൊ എല്ലാരും വിട്ടുന്ന്. ജാൻമണി ഞാനും ഭയങ്കര ക്ലോസ്. ഞാൻ എവിക്റ്റായി വന്നിട്ട് ഞാൻ ജാൻമണി ഹഗ് ചെയ്തിട്ടാണ് വന്നത്. ജാൻമണി എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ അറിയോ, റത്തീഷേട്ടാ പൂല റത്തീഷേട്ടാ എന്നാ പറഞ്ഞത്. പൂല വെറും എന്നാ പറഞ്ഞത്. അപ്പൊ അത്രയും നന്മയുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയുടെ പേരിൽ അത് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എല്ലാ പ്രേക്ഷകരോടും ക്ഷമിക്കണം. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്, എൻ്റെ സഹോദരിയെ പോലെയാണ്. ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, അതിന് ഞാൻ പ്രേക്ഷകരോട് മാപ്പ് ചോദിക്കുന്നു. ഓക്കെ, ആ കാര്യം ക്ലോസ് ആയില്ലേ? അതെ. അതുപോലെ തന്നെ എങ്ങനെയുണ്ട് സ്കൂളിൽ ചെന്നിട്ട് അച്ഛനെ മത്സരിക്കാനൊക്കെ പോയിട്ട് എന്തൊക്കെയാണ് ഫ്രണ്ട്സിന് പറയാനുള്ളത്? നന്നായിണ്ടായിരുന്നു പറഞ്ഞു. ആണോ? എന്ത് പറഞ്ഞു? അപ്പം അച്ഛൻ ഇതുപോലെ എവിക്റ്റ് ആയി കഴിഞ്ഞപ്പോ കൂട്ടുകാരെന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞൊന്നുമില്ല. അത് അവർക്ക് അങ്ങനെ കാണാറില്ലെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ അവർ കണ്ടു, നന്നായിട്ട് പറഞ്ഞു. സെക്കൻഡ് പറഞ്ഞു. ജാനകി പറഞ്ഞു അത് കുഴപ്പമില്ല, ചിലപ്പോ ജയിക്കും ചിലപ്പോ തോക്കുന്നൊക്കെ പറഞ്ഞു. സമാധാനിപ്പിച്ചു. ഈ ഒരു പ്രായത്തിലും അല്ലേ അങ്ങനെയൊക്കെ പറയണ കൂട്ടുകാരുണ്ടല്ലോ. എന്തായാലും കൊള്ളാം. അപ്പം പിന്നെ ഈ ഒരു അച്ഛനിപ്പോ ഒരു സെലിബ്രിറ്റി ഇമേജ് വന്നിട്ടുണ്ടോ? ഈ ബിഗ് ബോസിൽ പോയത് കൊണ്ടൊരു അങ്ങനെയുണ്ടോ? സെലിബ്രിറ്റി ചെറിയ എനിക്ക് ആ ഇമേജ് എനിക്ക് അങ്ങനെ കുഞ്ഞു കുട്ടികളുടെ വേറെയാണല്ലോ സംസാരം. നമ്മുടെ ഇടയ്ക്ക് പോലെ ആയിരിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നണില്ല സത്യം. ഞാൻ പറയട്ടെ, ഇപ്പൊ എല്ലാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ സെലിബ്രിറ്റി ആയില്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് സെലിബ്രിറ്റി ആണ്. സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഇന്നേ ഈ നിമിഷം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എങ്ങനെയാണോ പോയത് അതേപോലെ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ ഞാൻ അല്ല, അതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ സ്വഭാവം മാറ്റിയിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ ഇങ്ങനെയായിരുന്നു, അതിന്റെ ഉള്ളിൽ കയറിയപ്പോ ചൊറി സ്വഭാവമായി, അവന്റെ പുറത്ത് ഇറങ്ങിയപ്പോ ഞാൻ ഇങ്ങനെ. ചേച്ചി ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും അല്ലെ? രതീഷ് ചേട്ടനെ പറ്റി ആ ഒരു നമ്മളിപ്പോ പൊതുവെ ഞങ്ങൾ പ്രേക്ഷകർ എന്നുള്ള നിലയിൽ കണ്ടിരിക്കുന്നത് ചൊറി സ്വഭാവമാണ്. പക്ഷെ യഥാർത്ഥ രതീഷ് ചേട്ടൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. യഥാർത്ഥത്തില് ഇങ്ങനത്തെ ചൊറി സ്വഭാവമുള്ള ഒരാളെയല്ല. അവിടത്തെ നേരെ ഉൾട്ടാ കറക്റ്റാണ്. അതെ. പക്ഷെ എന്താ വെച്ചാൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും, ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കും. അങ്ങനെയൊക്കെയാണ്. ചെറുതായിട്ടുള്ള ഈ ചെറുതായിട്ടൊക്കെ വല്ലപ്പോഴൊക്കെ ചീത്ത പറയും, ചീത്ത ചെറുതായിട്ട് സൗന്ദര്യപ്പണക്കം അത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. അല്ലാതെ ഈ തരത്തില് ഈ ഇതുപോലെ ഒന്നും ഉണ്ടാവാറില്ല. സൗന്ദര്യപ്പണക്കം ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചു നേരം എന്റെ അടുത്ത് തന്നെ സോറി പറയും. കുറച്ച് ഒരു 10 മിനിറ്റ് ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടുപിടിക്കാൻ ഞാൻ ആ കിച്ചണിൽ എത്തുമ്പോഴേക്കും പെട്ടെന്ന് തോന്നും ശരിയായില്ല എന്നിട്ട് അപ്പനെ കിച്ചണിലേക്ക് സോറിട്ടാ എന്ന് പറയും. അത്രേ ഉള്ളൂ. അവിടെ തോന്നുന്നു. എന്റെ മക്കളെ ഞാൻ ചീത്ത പറയാറില്ല. ചീത്ത പറഞ്ഞ എനിക്ക് 4 ദിവസം എനിക്ക് ഉറക്കം വരില്ല. ഞാൻ തിരിഞ്ഞും പറഞ്ഞു, ഞാൻ അമ്മൂൻ്റെ അടുത്ത് പറയാം, അമ്മു എനിക്ക് ആകെ ടെൻഷൻ, ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചീത്ത പറഞ്ഞു. ഞാൻ എന്റെ മക്കളോട് ചോദിച്ചു നോക്കൂ, അച്ഛനോട് ഞാൻ എന്റെ അല്ല ചീത്ത പറയുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്റെ മക്കളോട് ചെന്ന് സോറി പറയും. സോറി പറയും. അതായത് ഞാൻ 10 മിനിറ്റ് ചെറിയ ആൾക്ക് ശീലായി. ചെറിയ ആൾക്ക് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ, ഞാനപ്പോ എന്തെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സോറി പറയും. സോറി പറയാറില്ലേ? അമ്മ സോറി പറയും. അതാണ് ഞാൻ മക്കളോട് ഞാൻ സോറി പറയും. പാറപ്പനെ ഞാൻ അങ്ങനെ ചീത്ത പറയില്ല കേട്ടോ. ഞാൻ അതിന് ഇവള് കംപ്ലൈന്റ് ആണ്, കണ്ണേട്ടനാണ് വളം വെച്ച് കൊടുക്കണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് എന്താ അറിയോ, ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസം എനിക്ക് ഓർമ്മ വരില്ലേ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ചീത്തയൊന്നും പറയില്ല. വല്ലപ്പോഴും സൈ കെട്ടിട്ട് ഇവളുടെ ഒക്കെ വാക്ക് കേട്ടിട്ട് ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ആകെ ടെൻഷനാണ്. അപ്പൊ ഞാൻ മോളെ അച്ഛനോട് വിഷമണ്ടാ, ഇല്ലല്ലോ സോറി ഇട്ടാ എന്ന് പറയുമ്പോ അവളുടെ ഒരു ചിരിയുണ്ട്. ശരി. സന്തോഷം. കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം നമ്മളേക്ക് ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും അച്ഛൻ സ്പെഷ്യൽ കൊണ്ടുവരും എന്തായാലും. അമ്മയ്ക്ക് പറയുന്ന പോലെ ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഈ തരത്തിലേക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് അവനെ പറ്റി ഒരു ഇമേജ് പോകുന്നു, ഇങ്ങനെ അല്ലല്ലോ എന്റെ മകൻ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് അത് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോരുമ്പോ അവന് വലിയ ഉഷാറായിട്ട് പാട്ടും പാടിയൊക്കെ വന്നപ്പോ എനിക്കൊരു സമാധാനം. എന്റെ മകൻ ഹാപ്പി ആണല്ലോ അല്ലേ? അങ്ങനെയാണ് ചിന്തിച്ചത്. വരുമ്പോഴൊക്കെ വിഷമമായിരിക്കും. പക്ഷെ അത് ഉണ്ടായില്ലേ. അമ്മ പറഞ്ഞിട്ടില്ലേ എന്റെ അടുത്ത് ഇന്നലെ പറയാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് വന്നുട്ടാ. അല്ല വന്നു ഞാൻ അവിടെ തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ കാണണം, എനിക്ക് ഇപ്പൊ എന്നെ കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് ഒന്ന് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതിന് പോയിരിക്കുന്നു. ഞാൻ എന്താണാവോ വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോന്നു.
എന്ന് പറയാം എന്റെ മോനെ നീ അങ്ങോട്ട് പോകണ്ടത്. അല്ല ആൾക്കാരൊക്കെ പറയണ്ടല്ലോ ടിവിയിലൊക്കെ വരുന്നുണ്ടല്ലോ നീ തിരിച്ചു പോകാൻ പോവാന്ന്, നീ എന്താ തിരിച്ചു പോകാൻ പോവാണോ? അപ്പൊ ഞാൻ അമ്മ അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അതൊക്കെ ആൾക്കാരിങ്ങനെ പറയണതല്ലേ, സ്നേഹം കൊണ്ട് പറയണതല്ലേ. അപ്പൊ ഇനി ഒരു വൈൽഡ് കാർഡ് എൻട്രിക്ക് വേണ്ടി ഒരു അവസരം കിട്ടിയ പോണ്ടെന്നാണോ അമ്മ ഏ, പറയുന്നത്? അമ്മ പറഞ്ഞ അങ്ങനെയാ, അമ്മ പറഞ്ഞ എന്റെ ഓണം പറയണത്. അമ്മ പറയാ പോണ്ടാന്ന്. പക്ഷേ ഞാൻ പോട്ടാ, എന്നെ വിളിച്ച അപ്പ ഞാൻ ഓടിയെത്തും. വിളിക്കേണ്ട താമസം ജതീഷ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പനെ ഞാൻ രാവിലെ വിളിച്ചാൽ മതി ബിഗ് ബോസിന് മുമ്പില് യെസ് സാർ എത്തി സാർ പറയും. ടെൻഷനായി അവരും എന്റെ ഈ കാണിക്കല് കണ്ടിട്ടേ വീട്ടിലിങ്ങനെ ഇല്ലല്ലോ, അവിടെ ചെന്ന് ഇങ്ങനെ കാണിക്കണ കണ്ടപ്പോ ഏട്ടന്മാർക്ക് അത് മൂത്തവരൊക്കെ തലവേദനിച്ചിട്ട് വയ്യാമ്മ ഈ ചെക്കൻ എന്തൊക്കെയാ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ രണ്ടാമത്തെ ആള് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു. എന്നിട്ട് ചേട്ടൻ പറയാ, മൂത്തേട്ടനും രണ്ടാമത്തേട്ടനും പറയാ ഇപ്പൊ ഒരു സമാധാനം ഉണ്ട്, അവൻ ജയിലടച്ചിട്ടില്ല, അവനെ സമാധാനം ജയിലായപ്പോ സമാധാനം. ജയിലായപ്പോ സമാധാനം. അപ്പൊ അമ്മ ശരിയാ കിരിയേ അപ്പൂട്ടാ സമാധാനായി, എനിക്ക് ഇനിയിപ്പോ തല്ലിടാൻ പോവില്ലോ. ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു ഫാമിലി സമാധാനം. അതെ സമാധാനം, ഒരു ആള് ജയിലിലായപ്പോ ഒരു സമാധാനം, ഇനിയിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ജയിൽ ടാസ്ക് എന്റെ ചേട്ടന്മാർക്കും അമ്മയ്ക്കും എല്ലാവർക്കും, വൈഫിനും വൈഫിന്റെ വീട്ടുകാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും. അതായത് പുറമെ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട് ആ ഹ്യൂമർ. മറ്റേ ഉറുമ്പിനൊക്കെ കളിപ്പിക്കുന്നത് ആരും, ഞാനൊക്കെ ഉറുമ്പിനെ കളിപ്പിക്കായിരുന്നു, തിത്തരൂ തിത്തരൂ എന്ന് പറഞ്ഞിട്ടൊക്കെ. ഉറുമ്പിനെ ജാനുടെ മുറുക്കല്ലേ, മുറുക്ക്. പോയി. അപ്പൊ ഞാനും വിചാരിച്ചെന്താ പറയാ, ആ സ്പേസ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല, നമുക്ക് മനസ്സിലായല്ലോ. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണ്. ഐശ്വര്യ ഇപ്പൊ രാവിലെ ഒരു വൈകുന്നേരം വരെ സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഹാപ്പിയാണ്, കാരണം എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആ സ്പേസിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു രാത്രിയാണ്, എനിക്ക് വേണമെങ്കിൽ ഡള്ളായിട്ട് കടന്ന് ഉറങ്ങി തീർത്ത ആ ഒരു സ്പേസ് പോയി. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ്, നമുക്ക് കിട്ടിയൊരു സ്പേസ് ആണ്. നമുക്ക് ഉണ്ട് ഒരു 3 ക്യാമറ ഉണ്ട് നമ്മുടെ കയ്യിൽ, ബാക്കി 247 അപ്പുറത്താ. അപ്പൊ നമ്മൾ എന്താ ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞങ്ങളത് ചെയ്തു. പ്രേക്ഷകർക്കിടയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, അതായത് ഒന്ന് സൈലന്റ് ആയിട്ട് ഇപ്പൊ വരും എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതെ 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 അതെ, ആ ഒരു കോഡ് ഞാൻ കൊടുക്കാറുണ്ട് പ്രേക്ഷകർക്ക്. എന്താ അറിയോ കോഡ്? ഞാൻ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാൻ പോകുമ്പോ അപ്പം മുടിയിരും. അപ്പൊ ഞാൻ അറിയാം ഒന്ന് ഒരു സ്പേസ് ഒന്ന് സൈലന്റ് ആവുമ്പോഴത്തേക്ക് നമുക്കിപ്പോ അറിയാം, നമുക്കറിയായിരുന്നു അതെ ഇപ്പൊ വരും നിൽക്കുന്നത്. അല്ല അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആ പ്രേക്ഷകർ നിലയ്ക്ക് നിങ്ങളെപ്പോലുള്ള കുട്ടികൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ അല്ലെ, അപ്പൊ അതൊക്കെ വലിയ സന്തോഷമാണ്. അപ്പൊ എന്നെ വിശ്വാസമുള്ള കാരണമാണ് അല്ലെ ചാനലും. എന്റെ ഉദ്ദേശം എന്താ പറയുക, ചാനൽ മാറ്റുമ്പോൾ പിന്നെ ഈ ബിഗ് ബോസ് മാറ്റാൻ തോന്നരുത്, പ്രേക്ഷകരെ അവിടെ പിടിച്ചിരുത്തണം. പിന്നെ ചേട്ടന്റെ വീഡിയോസ് ഇപ്പം ഇൻസ്റ്റയില് വരുമ്പോഴാണെങ്കിൽ തന്നെ നിറയെ കമന്റുകളാണ് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളത് കാണുന്ന വ്യക്തികളല്ലേ, നമുക്കിപ്പം ഒരു ദിവസം ഒരു എപ്പിസോഡ് മിസ്സായാൽ തന്നെ നമുക്ക് പിറ്റേന്ന് വരും ഹൈലൈറ്റ് എന്തെങ്കിലും കാണും. അപ്പൊ അതിൽ നിറയെ കമന്റുകളായിരിക്കും, ഇങ്ങനെയാണ് അങ്ങനെയാണ്. അത് കാണുമ്പോ പിന്നെ സ്വാഭാവികമായിട്ടല്ലേ. പിന്നെ ഇപ്പൊ ഒരു ഭാഗത്ത് സൈലന്റ് ആണെങ്കിലും അപ്പുറത്തെ കമാൻഡർ സെക്ഷൻ കാണിക്കുമ്പോ അടുത്ത പണി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിണ്ടാവും. ഇപ്പുറത്ത് സൈലന്റ് ആവുള്ളൂ, അപ്പുറത്ത് വേറെ ഒരു ദിവസം പോലും മിസ്സായില്ല. ഒരു ദിവസം എന്നല്ല, ഒരു മണിക്കൂർ. പിന്നെ വേറെ കാര്യം എന്താ അറിയോ, എനിക്ക് മനസ്സിൽ ചിന്ത ഈ നെഗറ്റീവ് പ്രകടിപ്പിക്കുന്ന വേറെ കാര്യമുണ്ട്. ഇപ്പൊ എന്നെ കുറിച്ചിട്ട് നല്ലത്